ബഹുമാനപ്പെട്ട ഫാദർ മാത്യു എബ്രഹാം, ഫാദർ സൈജു കുര്യൻ, ഫാദർ റോബിൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ പുറത്തൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ്റെ പടം, മീശയൊക്കെ വെച്ച് എൻ്റെ പടം വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്നത് മീശയില്ലാത്ത ഒരു പ്രേംപ്രകാശിനെയാണ് കാണുന്നത്. അതിന് കാരണമുണ്ട്. ഞാനിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുരോഹിതൻ്റെ വേഷമാണ്. അതുവേണ്ടി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം എൻ്റെ മീശ അങ്ങ് എടുത്തു. എന്നെ വളരെ ആകർഷിച്ച കുറേ ചടങ്ങുകളാണ്, പരിപാടികളാണ് കുഞ്ഞുങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. വളരെ അഭിമാനം തോന്നി. ഞാൻ ആ കുട്ടികളെ അഭ്യസിപ്പിച്ച ആ അധ്യാപകരോട്, അവരെ ഇതിനു വേണ്ടി ചിട്ടപ്പെടുത്തിയെടുത്ത അധ്യാപകരോട് എൻ്റെ ഏറ്റവും നല്ല സ്നേഹവും കൃതജ്ഞതയും അവർക്ക് കൊടുക്കുകയാണ്. കാരണം അവരുടെ എത്രയോ ദിവസത്തെ കഷ്ടപ്പാടാണ് ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവതരിപ്പിച്ചത്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ രീതിയിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുവാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ചത്. അന്നത്തെ സ്കൂളിൻ്റെ സ്ഥിതിയും കുടുംബങ്ങളുടെ സ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ മനോഹരമായിട്ട് അവതരിപ്പിക്കുവാൻ അന്ന് ഞങ്ങൾക്കാകുമായിരുന്നില്ല. ഇന്നിതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. മഹത്തായ ഈ ഗിരിദീപം സ്കൂളിൽ ഞാൻ വരുന്നത് ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. എന്നെ ഈ ചടങ്ങിലേക്ക്, ഈ ഓണാഘോഷം സംബന്ധിച്ച ചടങ്ങിലേക്ക് വിളിച്ചതിന് ഭാരവാഹികളോടും ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുമൊക്കെ എനിക്ക് വളരെയധികം കടപ്പാടും സ്നേഹവുമുണ്ട്. അത് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. കോട്ടയത്തെ എന്നല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗിരിദീപം സ്കൂൾ അതെത്ര ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസ രീതിയാണ് പിന്തുടരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ കോട്ടയംകാർക്ക് അഭിമാനമുണ്ട്, എനിക്ക് അഭിമാനമുണ്ട്, നമ്മുടെ നാടിന് അഭിമാനമുണ്ട്. ഓണം നമ്മുടെ കേരളത്തിൻ്റെ തനത് ഇതാണ്, ഒരു ആഘോഷമാണ്. അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ വിളിച്ചു. ഓണം യാതൊരു കാരണവശാലും ആഘോഷിക്കരുത് എന്ന സന്ദേശം അവിടെ ഫോണിൽ വരുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അതിനെന്തോ ജാതീയപരമായ ചില ബന്ധങ്ങളുണ്ട് എന്നാണ് അതിലവർ കുറിച്ചിരിക്കുന്നത്. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഓണം എക്കാലവും ഉണ്ടായിരിക്കും, കേരളമുള്ളിടത്തോളം കാലം ഉണ്ടായിരിക്കും. ഇത് കേരളത്തിൻ്റെ തനത് ആഘോഷമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ഐതിഹ്യം എന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിലും കുറേ സന്ദേശങ്ങൾ ഓണം നമുക്ക് നൽകുന്നുണ്ട്. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം, ജനങ്ങളെ എങ്ങനെ അവർ നോക്കണം, ജനങ്ങളുടെ സമൃദ്ധിയും സമ്പത്തും അവരുടെ ആരോഗ്യവും എല്ലാം സംരക്ഷിക്കേണ്ടത് ഒരു ഭരണാധികാരിയുടെ ചുമതലയാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു മിത്താണ്. മിത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പഴയ ഒരു ആചാരമാണിത്. ഇങ്ങനെ ഒരു മാവേലി തമ്പുരാൻ ജീവിച്ചിരുന്നോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും അത് നമുക്ക് തരുന്ന സന്ദേശം സ്നേഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും സമ്പദ് സംഘടനയുടെ എല്ലാ കാര്യങ്ങളുമാണ് അവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഓണം നമുക്ക് വളരെ മഹത്തരമാണ്. ഇവിടെ കൃഷി സംബന്ധമായ നമ്മുടെ വിളവെടുപ്പ് സമയമായിട്ടാണ് ഇത് നടത്തുന്നതെന്നാണ് വയ്പ്. എങ്കിലും നമ്മൾക്ക് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് വേണം നമ്മളുടെ പച്ചക്കറികളും അരി പോലും കൊണ്ടുവരാനുള്ള ആ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം അങ്ങേയറ്റം ഉയർന്നുവെങ്കിലും ഇന്നും മറ്റ് സംസ്ഥാനങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് ഒരു ഗതികേട് തന്നെയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ
ദിവസങ്ങളായി അല്ലെ മാസങ്ങളായി നമ്മുടെ കേരളത്തിൽ ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗമാണ്. ഇന്ന് പല കുടുംബങ്ങളെയും കാർന്നു തിന്നുന്ന ഒരു പ്രശ്നവും അതുതന്നെയാണ്. നമ്മുടെ യുവതലമുറകൾ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്ത നമ്മൾ കേൾക്കാറുണ്ട്. അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല തൂഫാൻ വാരിയർ എന്നുള്ള ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നത്, ലഹരി വിരുദ്ധ. പക്ഷേ അതുകൊണ്ട് മാത്രം ഇത് ശരിയാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ കുടുംബത്തിൻ്റെയും കെട്ടുറപ്പിനും സന്തോഷത്തിനും വേണ്ടത് അവരുടെ കുടുംബമാണ്. കുടുംബം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. ഇന്ന് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മാതാപിതാക്കളെ മാത്രം കുറ്റപ്പെടുത്തും, മറ്റൊന്നുമല്ല. മുമ്പ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മാതാപിതാക്കൾ ചോദിക്കുമായിരുന്നു, ഇന്ന് ഏത് സാറാണ് പഠിപ്പിച്ചത്, ഇന്ന് ഏത് വിഷയമാണ് പഠിപ്പിച്ചത്, ഇന്ന് ഏത് കൂട്ടുകാരുമായിട്ടാണ് നീ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കും. ഇന്ന് അങ്ങനെയുള്ള ഡയലോഗുകളൊന്നുമില്ല, യാതൊന്നുമില്ല. എല്ലാം യാന്ത്രികമാണ്. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങൾക്ക് വൈകുന്നേരത്തെ കാപ്പി കുടി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഇന്നൊരു കുടുംബങ്ങളിലുമില്ല. ഞാനൊരു ഭക്തനായ മനുഷ്യനായതുകൊണ്ട് പറയുകയല്ല. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ നമ്മൾ നന്ദി പറയേണ്ട സമയമാണ് സന്ധ്യാസമയം. അതിന് 10-20 മിനിറ്റ് ചെലവഴിക്കേണ്ടത് ഏതു മനുഷ്യൻ്റെയും കടമയാണ്. അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളാണ്. ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? സ്കൂളിൽ നിന്ന് വരുന്നു, കാപ്പി കുടിക്കുന്നു, അല്ലെങ്കിൽ കുളിക്കുന്നു, ഉടനെ റൂമിലേക്ക് കയറുന്നു. എല്ലാവരുടെയിലും മൊബൈൽ ഫോണുണ്ട്. ഈ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം വളരെയധികം നമ്മുടെ കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പ്രായം കഴിഞ്ഞ് മാത്രമേ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാവുള്ളൂ എന്നുള്ള ഒരു നിഷ്കർഷ ഉണ്ടാകണം. അതുപോലെ മുമ്പുള്ള പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത് 7-നും 7:30-ക്കും ഇടയ്ക്കാണെങ്കിൽ ഇന്ന് സ്ത്രീകൾ ആശ്രയിക്കുന്നത് സീരിയലുകളാണ്. ഞാൻ സീരിയലിൽ അഭിനയിക്കുകയും നിർമ്മിക്കുകയൊക്കെ ചെയ്ത ആൾ തന്നെയാണ്. പക്ഷേ എനിക്ക് മാതാപിതാക്കളോട് പറയാനുണ്ട്, നിങ്ങൾ സീരിയൽ കാണരുതെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ കാണുന്ന സീരിയലുകൾ നിങ്ങളുടെ മക്കളുടെയും കൂടെ ഇരുന്ന് കാണാൻ പറ്റിയതാണോ എന്ന് പലവട്ടം നിങ്ങൾ ചിന്തിക്കണം. ഞാൻ മാതാപിതാക്കളോടാണ് പറയുന്നത്. വളരെയധികം കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വേദിയാണ് ഈ സീരിയലുകൾ. എല്ലാം മറ്റും സത്യമാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. അതിൽ കാണുന്നതൊക്കെ കുറേയൊക്കെ സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. സ്ത്രീകൾക്കറിയാം, നിങ്ങളിൽ എത്ര പേര് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കാഞ്ചീപുരം സാരി ഉടുത്ത് നിൽക്കും? എത്ര പേര് മേക്കപ്പ് ചെയ്ത് നിൽക്കും? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, സ്വാഭാവികമായ കാര്യങ്ങളല്ല പല സീരിയലുകളും വരുന്നത്. ഞാൻ അധികം നീട്ടുന്നില്ല. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുറെ കൂടെ ശ്രദ്ധ ചെലുത്തണം. കുട്ടികൾ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കണം. ഇന്ന് മാതാപിതാക്കളോടെന്നല്ല, ഗുരുക്കന്മാരോട് പോലും ബഹുമാനമില്ലാത്ത കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് പത്രത്തിൽ വായിച്ചു, തെലങ്കാനയിലാണെന്ന് തോന്നുന്നു, നോർത്ത് ഇന്ത്യയിലാണെന്ന് തോന്നുന്നു, ഒരു അധ്യാപികയെ 2 കുട്ടികൾ കൂടി കുത്തി കൊലപ്പെടുത്തുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. ഇന്ന് വായിച്ചു പത്രത്തിൽ. വളരെ ദുഃഖകരമായ കാര്യമാണ്. ഗുരുക്കന്മാരുടെ ശാപം അതെന്നും നമ്മളെ എന്നും അലട്ടും. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ, ഇന്നും എന്നെ സ്കൂളിലും കോളേജിലും പഠിപ്പിച്ച അധ്യാപകരെ ഞാൻ ബഹുമാനപൂർവ്വം ഓർക്കും. ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഞാൻ പോയി കാണും. അവർ നൽകിയ ഉപദേശങ്ങളും അവരെന്താണോ നമ്മളെ പഠിപ്പിച്ചത്, അവരെന്താണോ നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ ചെയ്തത്, അത് നന്ദിപൂർവ്വം ഓർക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ എൻ്റെ പുസ്തകത്തിലും ഞാൻ എൻ്റെ അധ്യാപകരെ വളരെ സ്നേഹപൂർവ്വം ഞാൻ അവരെ പറ്റി എഴുതിയിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയും അവരുടെ അധ്വാനവുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്നെ നിൽക്കുവാൻ പ്രാപ്തനാക്കിയത് ഞാൻ കരുതുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, മാതാപിതാക്കളെ എന്ന പോലെ നിങ്ങളുടെ ഗുരുക്കന്മാരെയും നിങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതാണ് കർത്തവ്യം. അതുപോലെ ഈ സ്കൂൾ കോളേജ് ജീവിതം എന്ന് പറയുന്നത് തിരിച്ചു കിട്ടുന്ന ഒരു കാലമല്ല. ഇന്ന് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് 60 വർഷം കഴിഞ്ഞു. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് 75 കൊല്ലം കഴിഞ്ഞു. ഇന്നും എനിക്ക് എൻ്റെ ഓർമ്മകൾ, എൻ്റെ പഴയ കൂട്ടുകാർ, എൻ്റെ പഴയ ക്ലാസ് മുറി,
ഇവരെയൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റിയില്ല. കാരണം അതുപോലെ കഷ്ടപ്പെട്ട് അന്നത്തെ കാലത്ത് ഉള്ള സൗകര്യങ്ങളിൽ സ്കൂളിൽ വരികയും, അന്ന് കാറിലൊന്നും അല്ലല്ലോ അധ്യാപകർ വരുന്നത്, നടന്നു വരികയും കയ്യിൽ ചോറും പാത്രമായിട്ട് വരുന്ന സാറുമാരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവരെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നാറുണ്ട്. സത്യത്തിൽ അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതത്തിൽ ഏതെങ്കിലും തുറയിലായിരിക്കുന്നവരെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണത്. അവരെ എന്നും ബഹുമാനിക്കുക, അധ്യാപകരെയും ഗുരുക്കന്മാരെയും അതുപോലെ പ്രായമായവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുക, പരസ്പരം സ്നേഹിക്കുക. ജാതിയും മതവും ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമാകരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇക്കാലത്ത് നമ്മളെ ജാതി വെറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് വളരെ അധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. സ്നേഹം അതാണ് ആവശ്യം. ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, സ്ക്രിപ്റ്റൊക്കെ എഴുതുമ്പോൾ നിങ്ങളുടെ സിനിമയിൽ നന്മയുണ്ടാകണം, സ്നേഹമുണ്ടാകണം, കരുതലുണ്ടാകണം, ഒരു ചെറിയ സന്ദേശവും ഉണ്ടാകണം. ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യം നല്ല കഥകളല്ല. മനസ്സിൽ തട്ടുന്ന ഒരു കഥയും ഇന്ന് സിനിമയിൽ വരുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ കാര്യം എനിക്കുണ്ട്. ഞാൻ ഏതാണ്ട് 19 സിനിമകൾ നിർമ്മിച്ച ആളാണ്. എൻ്റെ ഒരു സിനിമയിലും മോശമായ രീതിയിൽ പല കാര്യങ്ങളും ചിത്രീകരിക്കരുത് എന്ന് വളരെ നിഷ്കർഷ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സംവിധായകരും എന്നോടൊപ്പം കൂടി ഇന്നത്തെ സിനിമകളെന്ന് പറയുന്നത് 2 മണിക്കൂർ തിയേറ്ററിലിരിക്കുക, തിയേറ്ററിൻ്റെ പടി ഇറങ്ങുമ്പോൾ അത് മറന്നു പോകുക എന്നുള്ളതാണ്. അതായിരിക്കരുത്. നമ്മുടെ മനസ്സിൽ കാലങ്ങളോളം കിടക്കുന്ന സിനിമകൾ ഉണ്ടാകുന്നതാണ് നല്ലത്. ചെമ്മീൻ എന്ന് പറയുന്ന പടം ഇന്നും നമ്മൾ ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഷോലെ എന്ന ഹിന്ദി പടം ഇന്നും നമ്മൾ ഓർക്കുന്നുണ്ട്. പക്ഷേ അതിൽ എന്തൊക്കെയോ ഉണ്ട് നമ്മുടെ മനസ്സിൽ കയറി പിടിച്ചിരിക്കുക. പല സിനിമയുടെയും പേരുകൾ നമ്മളെല്ലാവരും മറന്നു പോകും, യാതൊരു സംശയവുമില്ല. പാട്ടുകളും അതുതന്നെ. പഴയ വരികളും പണ്ടുകാലത്ത് ഭാസ്കരൻ മാസ്റ്ററും വയലാറും ONVയും എഴുതിയ പാട്ടുകളുടെ സ്ഥാനത്ത് ഇന്ന് ആര് പാട്ടെഴുതുന്നു എന്ന് പോലും അറിഞ്ഞുകൂടാ, ആര് സംഗീതം ചെയ്യുന്നു എന്ന് പോലും അറിഞ്ഞുകൂടാ. പഴയ കാലത്തെ ദേവരാജനും ബാബുരാജും ജോൺസൺ മാസ്റ്ററും ഒക്കെ അവർ തന്ന പാട്ടുകളാണ് ഇന്നും കൊച്ചുകുട്ടികൾ മത്സരത്തിന് പാടുന്നത്. ഞാൻ പറഞ്ഞത്, പഴമയിലേക്ക് ചില കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. ഇന്നത്തെ നിന്ന് പഴയയിലേക്ക് നമ്മൾ വരും. പഴയ കാലത്തുള്ള കുടുംബ കഥകളുള്ള സിനിമകൾ വരും. കാരണം നമ്മൾ ഒന്ന് ഓർക്കണം, ജീവിതം ഒന്നേ ഉള്ളൂ, ഒറ്റ ജീവിതമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ നാളെ ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് നിങ്ങളോട് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും പറ്റില്ല. അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന എന്താണ്? ഈ ചുരുങ്ങിയ ജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, എല്ലാ രീതിയിലുള്ള കടപ്പാടുകളും ജാതിയും മതവും വെറുപ്പും മാറ്റിവെച്ച് ഏറ്റവും സന്തോഷകരമായ, അതാണ് ഓണത്തിൻ്റെ സന്ദേശവും. അല്ലാതെ വേറെ ഒന്നുമല്ല ഓണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം കലാരംഗത്ത് പ്രവർത്തിക്കുന്നത് നല്ലതാണ്. പക്ഷേ പഠിത്തം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത ഉപാധിയായിട്ട് മാറാൻ പോവുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ രാജ്യത്തെ, ഈ നാടിനെ സ്നേഹിക്കുന്നവരും ഈ നാടിൻ്റെ യശസ് ഉയർത്തുവാൻ വേണ്ടി യത്നിക്കുന്ന നല്ല നല്ല തലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സമയമില്ല. പഠിത്തം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമയക്കുറവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പെട്ടെന്ന് തീരും ഈ കാലം. ഞാൻ ഇന്നലെ പോലെ ഓർക്കുന്നു, 60 വർഷം മുമ്പ് കോളേജിൽ നിന്ന് ഇറങ്ങിയ ഞാൻ ഇന്നലെ പോലെ ഓർക്കുന്നു. ഇത്ര പെട്ടെന്ന് 60 വർഷങ്ങൾ കഴിഞ്ഞു പോയോ? ഞാൻ വിചാരിച്ചു അന്നും ആ പ്രായത്തിൽ ഇരിക്കുമെന്ന്. അല്ല, പെട്ടെന്ന് പോവുകയാണ് സമയം. അതുകൊണ്ട് സമയം കളയുവാൻ നിങ്ങൾക്കില്ല. ഞാനൊരു ചെറിയ കഥ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ സംഭാഷണം നിർത്താം. പിക്കാസോ എന്ന് പറയുന്ന ഒരു പ്രമുഖനായ ചിത്രകാരനുണ്ടായിരുന്നു, ലോകപ്രശസ്തനായ പിക്കാസോ. അദ്ദേഹം ലോകപ്രശസ്തനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം ഒരു കടയിൽ എന്തോ സാധനങ്ങൾ വാങ്ങുവാനായി പോയപ്പോൾ ഒരു സ്ത്രീ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ആ സ്ത്രീ വളരെ അത്ഭുതത്തോടെയും സ്നേഹത്തോടെയും ചോദിച്ചു, അങ്ങ് എന്തെങ്കിലും എനിക്കൊന്ന് വരച്ചു തരാമോ? കാരണം എത്രയോ പ്രശസ്തനായ ചിത്രകാരനാണ്. അങ്ങയുടെ കൈകൊണ്ട് വരച്ച ഏതെങ്കിലും ഒരു ചിത്രം എനിക്ക് വേണമെന്ന് ആ സ്ത്രീ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ പേനയും കടലാസുമില്ല, ഞാൻ എവിടെ വരയ്ക്കും? ഉടനെ ആ സ്ത്രീ ആ കടയിൽ നിന്ന് കിട്ടിയ ബില്ലിൻ്റെ മറുപുറം അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഒരു പേനയും കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങ് എന്തെങ്കിലും ഒന്ന് വരയ്ക്കുക എന്ന് പറഞ്ഞു. 3 സെക്കൻഡ് കൊണ്ട്
അദ്ദേഹം ആ ബില്ലിൻ്റെ പുറകിൽ എന്തോ വരച്ചു. ഇത് ഈ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു. അവർ അത്ഭുതപ്പെട്ടു പോയി. മനോഹരമായ ഒരു ചിത്രം. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഈ 3 സെക്കൻഡ് കൊണ്ട് ഇത്ര മനോഹരമായ ഒരു പടം വരച്ചെനിക്ക് തന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ 3 സെക്കൻഡിന് വേണ്ടി ഞാൻ എൻ്റെ 30 വർഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. എൻ്റെ 30 വർഷത്തെ പ്രയത്നമാണ് ഞാൻ ഈ 3 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് വരച്ചത്. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്, ചരിത്രമായി പറഞ്ഞൊരു കാര്യമാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്നും പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു. കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സമയക്കുറവുകൊണ്ടാണ് നിങ്ങൾ യത്നിക്കുക. നിങ്ങൾ എന്താകണം എന്ന് ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം യത്നിക്കുക. അതാണ് അദ്ദേഹം പിക്കാസോ നൽകിയത്. അതുപോലെ വേറൊരു ചെറിയ കഥയുണ്ട്, ഞാൻ കുട്ടികളോട് പറയാൻ കാര്യം, ഗുരുക്കന്മാരെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനിത് പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, മാതാപിതാക്കളും ശ്രദ്ധിക്കണം. നമുക്ക് ശങ്കർ ദയാൽ ശർമ്മ എന്നൊരു ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അദ്ദേഹം ഒരിക്കൽ ഒമാൻ എന്ന് പറയുന്ന ഒരു രാജ്യം സന്ദർശിക്കുവാൻ പോയി. പ്രസിഡൻ്റായിരുന്നപ്പോൾ അദ്ദേഹം ഒമാനിൽ ചെന്നപ്പോൾ സാധാരണ രീതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രസിഡന്റുമാർ ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കുവാൻ അവിടുത്തെ പ്രസിഡന്റ് വരാറില്ല. അവിടുത്തെ ഒരു പ്രധാനമന്ത്രിയോ മറ്റ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ഉദ്യോഗസ്ഥരെ വന്ന് സ്വീകരിക്കാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിമാനം ഇറങ്ങിയപ്പോൾ അവിടെ നിന്നൊരു ഉത്തരവുണ്ടായി, ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കരുത്, അവിടെ ചെന്ന് സ്വീകരിക്കണം. അവിടെയുള്ള ഉദ്യോഗസ്ഥർ അത്ഭുതപ്പെട്ടു, എന്താണ് പതിവില്ലാത്ത ഒരു രീതിയാണുള്ളത്. അപ്പോൾ ഒമാൻ പ്രസിഡന്റ് തന്നെ നേരിട്ട് ചെന്ന് പ്ലെയിനിനകത്ത് കയറി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് പുറത്തു കൊണ്ടുവന്നു. പത്രപ്രവർത്തകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് പതിവില്ലാത്ത രീതിയിൽ ഇവിടുത്തെ പ്രസിഡന്റ്, ഒരു ഇന്ത്യൻ പ്രസിഡന്റിനെ അവിടെ പ്ലെയിനിൽ ചെന്ന് ആദരിച്ചത്? അപ്പോൾ അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിനെ അല്ല സ്വീകരിച്ചത്, എൻ്റെ ഗുരുനാഥനെയാണ്. ഞാൻ പൂനെയിൽ പഠിച്ചപ്പോൾ എന്നെ ഇദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒമാൻ പ്രസിഡന്റ്, അന്ന് പ്രസിഡൻ്റായ ആൾ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗുരുവായിരുന്നു ശങ്കർ ദയാൽ ശർമ്മ. ഇതും നിങ്ങൾക്ക് ഗൂഗിളിലടിച്ചാൽ ഈ ഒരു വാർത്ത കിട്ടും. ഇതൊക്കെ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഗുരുക്കന്മാരും അവർ പഠിപ്പിച്ച കുട്ടികൾ, അവരുടെ ബഹുമാനം. ഏത് അധ്യാപകനോ അധ്യാപികയോ ഓർക്കുക, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പഠിപ്പിച്ച ഒരു കുട്ടി നമ്മളെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം ഒരു അധ്യാപകനും അധ്യാപികയും ഉണ്ടാകുകയില്ല. ഒരു ചെറിയ സംഭവം കൂടെ പറയാം. എൻ്റെ ഭാര്യ കോട്ടയം BCM കോളേജിലെ പ്രൊഫസറായിരുന്നു, റിട്ടയർ ചെയ്തു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ദുബായിൽ പോയിരുന്നു. അന്ന് എൻ്റെ ഒരു സിനിമയുടെ ഒരു അവാർഡ് സംബന്ധിച്ച് പോയതാണ്. അവിടെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, മാഡം, മാഡത്തിനൊരു സ്വീകരണം വെച്ചിട്ടുണ്ട് ഇവിടെ, നാളെ വരാൻ പറ്റുമോ? അത് വിളിച്ചത് എൻ്റെ വൈഫിൻ്റെ ഒരു സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, എന്തിനാ? അതല്ല, കുറേ പേർക്ക് കാണണം. പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ 60 കുട്ടികളും അവരുടെ കുടുംബവും അവിടെ ഉണ്ടായിരുന്നു. ഈ 60 പേരെയും എൻ്റെ ഭാര്യ പഠിപ്പിച്ചതാണ്. BCM കോളേജിൽ പഠിപ്പിച്ച ശിഷ്യരായിരുന്നു. ആ സ്നേഹം ഒരിക്കലും ഒരധ്യാപികയ്ക്ക് മറക്കാൻ പറ്റിയില്ല. എൻ്റെ നേരിൽ കണ്ട കാര്യമാണ്. അവർ കുഞ്ഞുങ്ങളോടും ഭർത്താക്കന്മാരോടും ഒക്കെ വന്ന് എൻ്റെ ഭാര്യയെ സ്വീകരിക്കുകയായിരുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ എന്ന് പറഞ്ഞ്. ഇതൊരു അസുലഭമായ നിമിഷം തന്നെയാണ്. മറുപടി പ്രസംഗത്തിനായി എൻ്റെ ഭാര്യ എഴുന്നേറ്റ് നിന്നപ്പോൾ കുറച്ചു നേരം സംസാരിക്കുവാൻ കഴിയുന്നില്ല, വിങ്ങിപ്പൊട്ടുന്ന പോലെ തോന്നി. വൈഫ് പറഞ്ഞു, ഈ സ്നേഹം ഒരിക്കലും ആർക്കും കിട്ടില്ല. ശരിയാണ്, ഇത് അധ്യാപകർക്കുള്ള ഒരു ക്രെഡിറ്റാണ്. അല്ലെങ്കിൽ എന്താണ്, ഇതിൽ കൂടുതൽ ബഹുമതി ഒരു അധ്യാപകൻ കിട്ടാനില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കുടുംബം അതായിരിക്കട്ടെ പ്രധാനം. ഈ ലഹരി എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ ലഹരിയിലേക്ക് പോകണം. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കണം. ഇവിടെ എന്നെ വിളിച്ചതിന് വീണ്ടും വീണ്ടും നന്ദി പറയുകയും നിങ്ങളുടെ ഈ ഓണാഘോഷ
പരിപാടികളിൽ ഗിരിദീപത്തിൻ്റെ എന്നെ വിളിക്കുകയും ചെയ്തതിന് വീണ്ടും നന്ദി പറയുന്നു. വളരെ സന്തോഷത്തോടു കൂടി, വളരെ ആഹ്ലാദത്തോടു കൂടി തന്നെ ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ ഓണവുമായിട്ടുള്ള ചടങ്ങാണിത്. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ആദ്യത്തെ ചടങ്ങാണ്, ഓണച്ചടങ്ങാണ് എൻ്റേത്. ഇനിയുണ്ട് കുറേയൊക്കെ പരിപാടികൾ. എങ്കിൽ പോലും നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ഓണവും സ്നേഹവും സന്തോഷവും എല്ലാം നൽകുന്നു. നന്ദി, നമസ്കാരം.